പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ എന്തുകൊണ്ട് റോമൻ റെയിൻസിനെ ക്രൂരമായി ആക്രമിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ മെയിൻ ഇവൻറ്റിലെ സെഗ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ലൈൻ്റെ നിലവിലെ ട്രൈബൽ ചീഫായ സോളോ സിക്കോവയും നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ടാമ ടോങ്കയും കൂടി റിങ്ങിലേക്ക് വരുന്നു. സോളോ സിക്കോവ എക്നോളജി ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് റോമൻ റെയിൻസിനെ വെല്ലുവിളിച്ച് റോമൻ റെയിൻസിനോട് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു. ആ ഒരു സമയത്ത് റോമൻ റെയിൻസിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. റോമൻ റെയിൻസ് നടന്ന് റിങ്ങിലേക്ക് വരുന്നു. റിങ്ങിലേക്ക് കയറിയ റോമൻ റെയിൻസും സോളോ സിക്കോവും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്ന സമയത്ത് സോളോ ടാമയോട് പറയുന്നുണ്ട്, നീ മൂലയ്ക്ക് മാറി നിൽക്കൂ, ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് ഇതിൽ ആരാണ് യഥാർത്ഥ ട്രൈബൽ ചീഫ് എന്നുള്ളത് തീരുമാനിക്കാൻ പോകുകയാണ് എന്നുള്ളത്. ടാംബ ആ ഒരു കോർണറിലേക്ക് മാറി നിൽക്കുന്നു. അവിടെ നിന്ന് സോളോയും റോമനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ആരംഭിക്കുന്നു. അതിൽ ആധിപത്യം റോമന് തന്നെയാണ് കിട്ടിയത്. സോളോ അടികൊണ്ട് റിങ്ങിൻ്റെ പുറത്തേക്ക് വീണപ്പോൾ ടാമ വന്നിട്ട് റോമനെ ആക്രമിക്കുന്നുണ്ട്. റോമൻ അവിടെയും തിരിച്ചടിക്കുന്നു. അവസാനം ഈ ഒരു ഫൈറ്റ് റോമൻ റെയിൻസിന് ഒരു ആധിപത്യമുള്ള പോലെ സോളോയെ സ്പീറൊക്കെ ചെയ്ത് ആക്രമിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ആ ഉലാഫാല എന്ന് പറയുന്ന ട്രൈബൽ ചീഫ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവർ ധരിക്കുന്ന അത് റിങ്ങിൽ കിടക്കുന്നതായി റോമൻ റെയിൻസ് കണ്ടത്. അത് റോമൻ എടുക്കുകയും റോമൻ റെയിൻസിൻ്റെ കഴുത്തിൽ അണിയുകയും ചെയ്തു. റോമൻ റെയിൻസ് അങ്ങനെ വലിയ സെലിബ്രേഷനൊക്കെ നടത്താൻ പോകുന്ന സമയത്താണ് ജേക്കബ് ഫാറ്റുവിൻ്റെ തിരിച്ചുവരവ്. ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു സൂപ്പർ കിക്ക് റോമനെതിരെ ചെയ്യുന്നത്. പിന്നീട് ജേക്കബ് ഫാറ്റു അവിടെ റോമനെതിരെയുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടു. പിന്നീട് റോമനെ കവൻറ്റ് സ്റ്റേബിളിൻ്റെ മുകളിലേക്ക് ഒരു ഷീൽഡിൻ്റെ ഫിനിഷിംഗ് മൂവായ ട്രിപ്പിൾ പവർ ബോംബ് വരെ ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിന് റോമനേക്കാൾ ആധിപത്യം ഉള്ളതുപോലെയാണ് ആദ്യ എൻകൗണ്ടറിൽ ജേക്കബ് ഫാറ്റുവും റോമനും തമ്മിലുള്ളതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തിലെ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ജേക്കബ് ഫാറ്റുവിനെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് റോമൻ റെയിൻസുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ തുടക്കത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. എന്നാൽ ജേക്കബ് ഫാറ്റു വരേണ്ട ഒരു സമയം അനിവാര്യമായതുകൊണ്ടാണ് ഇന്നത്തെ സ്മാക്ഡൗണിൽ ജേക്കബ് ഫാറ്റുവിൻ്റെ സർപ്രൈസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. ജേക്കബ് ഫാറ്റു വന്നിട്ട് റോമൻ റെയിൻസിനെതിരെ ആധിപത്യം നേടുന്നു. ജേക്കബ് ഫാറ്റു തന്നെയാണ് ഇപ്പോൾ ബ്ലഡ് ലൈൻ വേഴ്സസ് റോമൻ തമ്മിലുള്ള സ്റ്റോറിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതായത് ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിന് സോളോയേക്കാൾ പവർ ഉണ്ട് എന്നുള്ളതും സോളോയേക്കാൾ ഒരു പടി റോമൻ റെയിൻസിന് തക്കതായ ഒരു എതിരാളി ഉണ്ടെങ്കിൽ അത് ജേക്കബ് ഫാറ്റു ആണെന്നുള്ളതും അവർ ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ജേക്കബ് ഫാറ്റുവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ റോമൻ റെയിൻസിനെ ക്രൂരമായി ആക്രമിക്കുന്നതായി അവർ കാണിച്ചിട്ടുള്ളത്. റോമൻ വേഴ്സസ് സോളോ തമ്മിലുള്ള സ്റ്റോറിയേക്കാൾ ഇപ്പോൾ ആരാധകർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് റോമൻ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള സ്റ്റോറിയാണ്. അതിന് നിർണായകമായിട്ടുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡും കൂടിയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. എന്തായാലും ഉലാഫാല എന്ന് പറയുന്ന ആ ട്രൈബൽ ചീഫ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവർ ധരിക്കുന്ന വസ്തുവിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും സോളോ വേഴ്സസ് റോമൻ തമ്മിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ട്രൈബൽ ചീഫ് പൊസിഷൻ ആര് കൈകാര്യം ചെയ്യുന്നുവോ അവരെ അക്നോളജ് ചെയ്യണമെന്നുള്ളത് ടാമ ടോങ്കയോട് സോളോ സിക്കോവ പറയുന്നുണ്ട്. അത് താനായാലും റോമനായാലും നിങ്ങൾ അക്നോളജ് ചെയ്യണമെന്നും അതാണ് നമ്മുടെ റൂൾ എന്നുള്ളതും സോളോ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗംഭീര സ്റ്റോറിയാണ് അവർ ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. എന്തായാലും കഴിഞ്ഞ സ്മാക്ഡൗൺ പോലെ റോമൻ റെയിൻസിന് ഇന്നത്തെ സ്മാക്ഡൗൺ ഒരു സ്റ്റാൻഡിംഗ് ടോൾ എന്നുള്ളൊരു രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. മറിച്ച് ജേക്കബ് ഫാറ്റുവിനെ റോമൻ്റെ വലിയൊരു എതിരാളിയാക്കി അവർക്ക് കാണിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.